ട്രംപുമായി പൂർണ്ണമായി തെറ്റി നെതന്യാഹു. ട്രംപിന്റെ ഗസ സമാധാന പദ്ധതി അംഗീകരിക്കില്ലെന്ന് നെതന്യാഹു പരസ്യ നിലപാടെടുത്തു. ഇതോടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിലും ഇരു രാജ്യങ്ങളും വേർപിരിയുമെന്ന സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. അതേസമയം ഹോർമൂസിൽ സമാന്തര പാത തുറക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തു. വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ ലൈവ് ഡെസ്കിൽ നിന്നും വിനോദാണ് നമ്മളുമായി ചേരുന്നത്. വിനോദ്, ഇപ്പോൾ ഇതാ ട്രംപും നെതന്യാഹുവും പൂർണ്ണമായി തെറ്റി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഷെറ, ആദ്യമായാണ് ഇങ്ങനെ ട്രംപിനെതിരെ ഒരു പരസ്യ നിലപാടുമായി നെതന്യാഹു എത്തുന്നത്. നേരത്തെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു, ചില തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതാ ഇപ്പോൾ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിപൂർണമായി ട്രംപുമായി ഇടയുകയാണ് നെതന്യാഹു. ക്യാബിനറ്റിൽ തന്നെ ഇക്കാര്യം നെതന്യാഹു വ്യക്തമാക്കി. അവരുടെ മന്ത്രിസഭാ യോഗത്തിലാണ് നെതന്യാഹു ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചതും പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി ട്രംപിൻ്റെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞത്. അതായത് ട്രംപ് നിർദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്. ഗസയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി 15 പദ്ധതികളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഹമാസിൻ്റെ നിരായുധീകരണവും അതേസമയം തന്നെ ഇസ്രായേലിൻ്റെ സേനാ പിന്മാറ്റവും, ഇത് രണ്ടും സമാന്തരമായി നടക്കണം, ഒരേ സമയം നടക്കണം എന്നതായിരുന്നു ട്രംപിൻ്റെ നിർദ്ദേശം. എന്നാൽ ഇത് പരിപൂർണമായി തള്ളിയിരിക്കുകയാണ് നെതന്യാഹു. അങ്ങനെ ഒരു പിന്മാറ്റം സാധ്യമല്ല. മാത്രമല്ല, ഇപ്പോൾ പലസ്തീനിൽ ഉൾപ്പെടെ നടത്തുന്ന ആക്രമണങ്ങൾ കടുപ്പിക്കാനാണ് നെതന്യാഹു തീരുമാനിച്ചിട്ടുള്ളത്. ഗസയിലെ ഈ കൂട്ടക്കൊല അത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമാണ്. കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ എതിർപ്പുകളുണ്ട്. അങ്ങനെ ലോകമൊന്നാകെ തന്നെ സമാധാനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ഒരു നിലയിലേക്ക് നെതന്യാഹു മാറുന്നു. അവിടെയാണ് അത് ട്രംപിന് ക്ഷീണമാകുന്നത്. 15 ആവശ്യങ്ങൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നെതന്യാഹു പരസ്യമായി പറയുമ്പോൾ അത് ട്രംപിന് ഏൽക്കുന്ന വലിയൊരു അടിയാണ്, മുഖത്തേൽക്കുന്ന അടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അമേരിക്ക ഇനി എന്ത് നിലപാടെടുക്കും എന്നത് വളരെ നിർണായകമായ കാര്യമാണ്. മാത്രമല്ല, പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ആവശ്യമായിരുന്നു യുദ്ധം എന്നത്. അതിലേക്ക് അമേരിക്ക ചെന്ന് വീഴുകയായിരുന്നു, നിർബന്ധിതരാകുകയായിരുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത്. അമേരിക്കയിൽ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ യുദ്ധം ആവശ്യമില്ല, ഉണ്ടായിരുന്ന കാര്യമല്ല എന്ന അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന നടപടിയാണ് എന്ന കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതെല്ലാം മറികടന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ താല്പര്യത്തിന് വേണ്ടി അമേരിക്ക നിലകൊണ്ടു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നെതന്യാഹു എത്തുന്നത്. ഇത് ആദ്യമല്ല ഇരുവരും ഇങ്ങനെ തെറ്റുന്നത്, പക്ഷേ പരസ്യമായി രംഗത്ത് വരുന്നത് ആദ്യമാണ്. നേരത്തെ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് സമാധാന കരാർ ഒപ്പിട്ടപ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. മാത്രമല്ല, ലെബനനിലേക്ക് ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ തുടർച്ചയായ ആക്രമണങ്ങൾ സമാധാന കരാർ വന്നതിന് ശേഷവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കപ്പൽ ആക്രമിക്കുന്ന നിലയുണ്ടായത്. അങ്ങനെ ഇസ്രായേൽ പല കുറി ട്രംപുമായി ഉരസുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാ പരിപൂർണമായി രണ്ടുപേരും രണ്ട് വഴിക്ക് നീങ്ങുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഒരു ചർച്ച ഗസയിലെ സമാധാനവുമായി ബന്ധപ്പെട്ട് നിക്കോളായ് മാൽഡനോവ്, അത് അമേരിക്കയുടെ പ്രതിനിധിയാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഹമാസ് ചർച്ച നടത്തുന്നുണ്ട്. നിരായുധീകരണം എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വലിയ ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറാമെന്ന ധാരണയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ തെറ്റി നിൽക്കുന്നു. അത് ഈ ഒക്ടോബറിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള തീവ്ര നിലപാടുകാർ അത് യുദ്ധം അവസാനിപ്പിക്കരുതെന്ന ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ, അങ്ങനെ ഒരു തീരുമാനം സ്വീകരിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ നെതന്യാഹു നിർബന്ധിതനാകുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു തിരിച്ചറിവുണ്ട്. വിനോദാണ് നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.